ഏതൊരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിലും ഒരു സ്ത്രീയുടെ കരങ്ങളുണ്ടാകും. ഇവിടെ നമ്മളോടൊപ്പം ചേരുന്നത് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ജിയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ എത്ര കരങ്ങളുണ്ട് എന്ന്, സ്ത്രീകളുടെ എത്ര കരങ്ങളുണ്ട് എന്ന് ഈ ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാണ്. എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം എവിടെ എത്തി? ഇപ്പം മക്കളും കൂടെ കളത്തിലിറങ്ങിയിരിക്കുക. സ്വാഭാവികമായിട്ടും നമുക്കെപ്പോഴും ഒരു കുടുംബം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. കുടുംബം ഇപ്പോൾ എപ്പോഴും സ്ട്രെങ്ത്താണ്. കാരണം നമുക്ക് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇപ്പോൾ എന്തെങ്കിലും എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ എൻ്റെ ഒരു ദേഷ്യവും മറ്റതൊക്കെ അടക്കുന്നത് ചിലപ്പോൾ ഞാൻ ഇവിടുത്തെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും, ഞാൻ ചിലപ്പോൾ ബഹളം വയ്ക്കുമായിരിക്കും. പക്ഷേ അത് കുടുംബമേ അത് എടുക്കത്തുള്ളൂ. കുടുംബം ലൈക്ക് ഷോക്ക് അബ്സോർബർ പോലെയാണ്. ഇതുപോലെ തന്നെ ഇന്നത്തെ അവസ്ഥയിൽ നേരെ തിരിച്ചെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രചാരണത്തിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പല സ്ഥാനാർത്ഥികളും പണ്ട് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് എന്ന് പറഞ്ഞ് പലരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പ്രയാസപ്പെട്ട് കൊണ്ടുവരും. പക്ഷെ ഇവിടെ മലയാളികൾ എന്തോ നമ്മളോട് വളരെയധികം സ്നേഹവും അനുകമ്പയോടുകൂടി എന്നെയും മക്കളെയും എൻ്റെ ഭാര്യയൊക്കെ സ്ക്രീനിൽ കൂടെ അവർ സ്വീകരിച്ചിരിക്കുന്നു, സ്നേഹിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ അവരിഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരിൽ ഒരാൾക്കും ചിന്തിക്കും നല്ലൊരു കുടുംബത്തെ നയിക്കുന്നൊരു കുടുംബനാഥനാണ്. സ്വാഭാവികമായിട്ടൊരു കുടുംബത്തെ നയിക്കാൻ കഴിഞ്ഞാൽ നാടിനെ നയിക്കാൻ കഴിയും, ദേശത്തെ നയിക്കാൻ കഴിയും. ഇങ്ങനത്തെ ഒരാൾക്ക് എന്തുകൊണ്ട് വോട്ട് കൊടുത്തുകൂടാന്ന് ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ വൈകിയും തോന്നുന്നുണ്ട് മക്കളൊക്കെ എത്താൻ? ആദ്യം 1-2 പ്രാവശ്യം ദിയ അഹാൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു അതുപോലത്തെ ഒരു എല്ലാ ദിവസമൊക്കെ കുട്ടികൾക്ക് അവിടെ എവിടെയൊക്കെ പോകുന്നത് ചിലപ്പോൾ അത് അത്ര പ്രാക്ടിക്കൽ ആവത്തില്ലല്ലോ. അപ്പോൾ ഇന്നൊരു പ്രോഗ്രാം ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാവരും വന്നത്. ദിയയും ഞാനും 2-3 പ്രാവശ്യം അല്ലാതെ വന്നിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിൽ സ്ത്രീയുടെ കരങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മളെല്ലാവരും കൃഷ്ണകുമാർജിയെ സപ്പോർട്ട് ചെയ്യുന്നത്? 10 കരങ്ങളുണ്ട്. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കൈക്കരുത്തല്ല, മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ നമ്മുടെ ഒരു ബലമാണല്ലോ. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നുണ്ട്. അച്ഛന് വേണ്ടി നമ്മുടെ UDF സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രൻ പറഞ്ഞത് ഞാൻ മത്സരിക്കുന്ന 2 സിനിമാ നടന്മാർക്കൊപ്പമാണെന്നാണ്. അപ്പോൾ കൊല്ലത്തെ പല ആളുകളും വിചാരിച്ചു ഈ സിനിമാ നടന്മാർക്ക് വേണ്ടി പ്രചാരണത്തിന് സിനിമാ താരങ്ങൾ ഇറങ്ങുമെന്ന്. നമ്മളെ സ്വന്തം മകൾ വന്നിരിക്കുകയാണ്, സിനിമാ താരമാണ്. എങ്ങനെ പ്രചാരണം എങ്ങനെയായിരിക്കും? സിനിമാ നടിയായിട്ട് അല്ല വന്നത്, മകളായിട്ടാണ് വന്നത്. അപ്പം ഇപ്പം നമ്മുടെ വീട്ടിൽ ആര് എന്തൊരു സംഭവം ചെയ്താലും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമല്ലോ. അത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അതിൻ്റെ പേരാണല്ലോ ഫാമിലി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അച്ഛന് വേണ്ട സപ്പോർട്ട് കൊടുക്കാനാണ് വന്നത്. അത് ശരിക്കും സപ്പോർട്ട് എന്ന് പറയുമ്പം പലതരത്തിലാണ്. ഇപ്പം നമ്മൾ പുറത്തൊരു ക്യാമ്പയിനിങ്ങിന് കൂടെ പോകുന്നത്, ദാറ്റ് ഈസ് വൺ കൈൻഡ് ഓഫ് സപ്പോർട്ട്. പക്ഷേ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പുറത്ത് എന്നും ക്യാമ്പയിനിങ് കഴിഞ്ഞ് തളർന്ന് തിരിച്ച് മുറിയിൽ വന്നിരിക്കുമ്പോൾ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ശബ്ദം ഭയങ്കര ഇതായിട്ടിരിക്കുകയാണല്ലോ, ചൂടുവെള്ളം കുടിക്കുക, അങ്ങനെ പറയുന്ന കാര്യങ്ങളും ഉണ്ടല്ലോ നമ്മൾ ഈ പുറത്ത് കാണാത്ത കാര്യങ്ങൾ. അതും ഒരു തരം സപ്പോർട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മളെല്ലാവരും വന്നപ്പോൾ തന്നെ അച്ഛൻ കുറേ ദിവസമായിട്ട് ഇവിടെയാണ്. അത് അച്ഛൻ്റെ മുഖത്ത് തന്നെ കാണാനുണ്ടായിരുന്നു. കാരണം അച്ഛൻ നല്ല ടയേർഡായിട്ട്, അന്ന് വീട്ടിൽ നിന്ന് ബാഗും സാധനങ്ങളും എടുത്ത് പോയപ്പോൾ കണ്ട ആളേ അല്ലായിരുന്നു ഇന്നലെ. ഒരുപാട് ടയേർഡായി. അപ്പോൾ പക്ഷെ അച്ഛന് നമ്മളെല്ലാവരും കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം എന്താ പറയുക, വീട് അച്ഛനോ വീട്ടിൽ വരാൻ പറ്റത്തില്ല, വീട് മൊത്തത്തിൽ ഇങ്ങോട്ട് വന്നതുപോലെ. അപ്പം അങ്ങനെ മൊത്തത്തിലുള്ളൊരു ഓൾ ടുഗെദർ സപ്പോർട്ടിനാണ് നമ്മൾ വന്നത്. അച്ഛൻ കഴിഞ്ഞ 1 മാസമായി ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പം ഒരു വെള്ളം കുടിക്കാൻ സമയമില്ല. ഞാൻ പറഞ്ഞത് ഇൻകം വരുന്ന ജോലിയൊന്നും ഇല്ലാതെ നിൽക്കുകയാണ്, വരുമാനം ഇല്ലാതെ നിൽക്കുകയാണ്. എങ്ങനെയൊക്കെ ആയിരിക്കും സഹായം? അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് മക്കളെ വരുമാനമാണെന്ന്. അല്ല, നമുക്കൊക്കെ വരുമാനമില്ല, നമ്മളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നൊരു സമയമുണ്ടല്ലോ. അന്ന് അച്ഛൻ്റെ മാത്രം വരുമാനത്തിലാണ് നമ്മളെല്ലാവരും ഓടിക്കൊണ്ടിരുന്നത്. നമ്മൾ 5 പേര് ഓടിക്കൊണ്ടിരുന്നത്, 6 പേരിങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ വീട്ടിൽ അപ്പച്ചിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ ഒരാളുടെ പൈസയ്ക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരാൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ ഇത്രയും പേരും കൂടെ കൊടുക്കുമ്പോൾ അതൊരു എക്സ്ട്രാ സപ്പോർട്ടല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ഇപ്പോൾ അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ പണ്ടത്തേക്കാൾ കുറച്ചുകൂടെ ഹാപ്പി ജോളിയായിട്ട് അച്ഛനൊരു വിഷമം ഉണ്ടായിരുന്നു, കൈനീട്ടം തരാൻ പറ്റാത്തതിലൊരു വിഷമം അന്ന് പങ്കുവെച്ചിരുന്നു. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് കൈനീട്ടം കൊടുത്തായിരുന്നു. നമ്മളിങ്ങ് വന്നപ്പോഴത്തേക്കും വിഷുവും കഴിഞ്ഞ് കുറച്ച് ഡിലേ ആയിപ്പോയില്ല, ഓണം എത്താറായില്ല, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ മുമ്പ് തിരുവനന്തപുരത്ത് തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ഇറങ്ങിയായിരുന്നു? ഒരു ദിവസം ഇറങ്ങിയായിരുന്നു. നമ്മളെല്ലാവരും ഒരു വണ്ടിയിലൊക്കെ പോയി എല്ലാവരും കണ്ടു. അങ്ങനെ ഒരു ദിവസം ഇറങ്ങിയായിരുന്നു. കൊല്ലത്തും അങ്ങനെയൊക്കെ ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ വന്നേക്കുന്ന ദിവസം അങ്ങനെ പരിപാടി പ്ലാൻ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും പോവും. ആൾക്ക് സുഖമില്ലാന്ന് തോന്നുന്നു അല്ലേ? പനി ചെറുതായിട്ട്. എങ്ങനെയുണ്ട് അച്ഛൻ്റെ ഒപ്പമുള്ള? കൊള്ളാം, നല്ലപോലെ പോകുന്നു. ഇവിടെ ചൂട് 41 ഡിഗ്രിയാണ്. അച്ഛൻ ഡയറക്റ്റ് അത് മനസ്സിലാവുന്നുണ്ട്. അച്ഛൻ ഈ 41 ഡിഗ്രി ചൂടും ഒരു കുട പോലും ഇല്ലാതെ വെയിൽ കൊണ്ട് അച്ഛൻ കൊണ്ട വെയിൽ നിങ്ങൾക്കൊരു തണലാവും.
ആവട്ടെ, ആവണം, ആവണം. വിചാരിക്കണം, കൊല്ലത്തുള്ളവർ വിചാരിക്കണം തണലാവണം. കുമാർജി, മക്കളൊക്കെ എത്തി. കഴിഞ്ഞ ദിവസം വരെ ആളൊരു ഭയങ്കര മക്കളെ കാണാൻ ഫാമിലി മാനാണ്, ഫാമിലിയാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. ഇപ്പോൾ ഇന്നലെ അല്ല ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്, പോസിറ്റീവ് എനർജിയാണ് മുഖത്തൊക്കെ കാണുന്നത്. അതിനേക്കാൾ രസകരമായിരിക്കും ആരാണ് പറയുന്നല്ലേ, അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അച്ഛനൊരു വൈറ്റ് ചോക്ലേറ്റ് ആയിരുന്നു, അച്ഛനിപ്പോൾ ഒരു നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആയിട്ട് ഭയങ്കര അച്ഛൻ സൺസ്ക്രീനും ഇടത്തില്ല. അച്ഛൻ്റെ കാല് മാത്രമേ ഇപ്പം അച്ഛൻ്റെ ഒറിജിനൽ കളറിലിരിക്കുന്നത്. അല്ല, അതൊരു രസമാണ്. കാരണം ശരിക്കും ഇഷ്ടമാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മളൊരു ജോലി എടുക്കുന്നു നമ്മൾ തന്നെ അറിയണം. കാരണം എനിക്കിഷ്ടമുള്ളൊരു ജോലിയാണ് ഈ പൊതുപ്രവർത്തനം. സ്വാഭാവികമായിട്ടും നമുക്ക് കുട പിടിച്ച് നടക്കേണ്ട ഒരു ജോലിയല്ല. കുട പിടിക്കുന്നിടത്ത് പിടിക്കണം. പക്ഷേ നമ്മൾ പൊതുവെ ആൾക്കാർ പറയും ഈ ഇലക്ഷന് പോകുമ്പോൾ കുട പിടിച്ചോണം. ഇതൊക്കെ ഇനി മാറേണ്ടിയിരിക്കും. കാരണം അതിഗുരുതരമായ അസുഖങ്ങളോട്ട് വരും. ഇന്നലെ പുനലൂർ 42 കൊണ്ടായിരുന്നു. അപ്പോൾ ഇനി സ്ഥാനാർത്ഥികൾ തന്നെ പരസ്പരം ഇതുണ്ടാക്കണം. കാരണം ഇതിപ്പോൾ ഒരാൾ കുട പിടിച്ചാൽ കണ്ടോ, അയാൾ കുടയൊക്കെ പിടിച്ചാൽ വോട്ട് പിടിക്കാൻ വന്നു. സാധാരണ മനുഷ്യനാണ് ഒരു സ്ഥാനാർത്ഥി. അതൊക്കെ ഇനി മാറി വരേണ്ടിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഇവിടെ മറ്റ് 2 സ്ഥാനാർത്ഥികൾ എന്നേക്കാൾ പ്രായക്കൂടുതലുള്ളവർ, അവർ വെയിലത്ത് പോകുമ്പോൾ താങ്ങാൻ പറ്റില്ലെന്നല്ല എങ്കിൽ പോലും അവരും എല്ലാവരും കുട പിടിക്കണം. കാരണം എന്നേക്കാൾ ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും. അപ്പം ഞാൻ അത്തരം കാര്യങ്ങളിലൊന്നും നമ്മൾ പലരും പറയുന്നുണ്ട്, അവർ കൂടുതൽ നേരം വാഹനത്തിൽ മറ്റേൽ പോകുന്നു. അവരെന്നേക്കാൾ പ്രായമുള്ളവരാണ്, ഞാനും അവരെ പോലെ ഒരു മനുഷ്യനാണ്. അവരെ പറ്റി ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക. സ്ഥാനാർത്ഥികൾ ആ വെയിൽ ഒഴിവാക്കിയുള്ള പ്രചരണത്തിന് നിൽക്കാൻ ഒരു വഴിയൊരുക്കണം. ഈ തെരഞ്ഞെടുപ്പിന് ഇനി ദേശീയ നേതാക്കൾ ഇന്നിപ്പോൾ രാജ്നാഥ് സിംഗ് എത്തുന്നുണ്ട്, മറ്റ് ദേശീയ നേതാക്കൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ട്? അതായത് കൊല്ലത്തെ വളരെ ഗൗരവപൂർവ്വം കണ്ടു തുടങ്ങിക്കഴിഞ്ഞു കേന്ദ്ര BJP. അതുകൊണ്ട് ഇന്ന് രാജ്നാഥ് സിംഗ് വരുന്നു. അത് കഴിഞ്ഞാൽ അണ്ണാമലൈജി അദ്ദേഹം വരുന്നത് 21-നാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ ഒരു നിര ലീഡേഴ്സ് ഉണ്ട്. പക്ഷേ ഞാനല്ലത് ഔദ്യോഗികമായി പറയേണ്ടത്. അതായത് ജയിക്കും എന്നുള്ള ലിസ്റ്റിൽ ഇപ്പോൾ കൊല്ലം BJPയുടെ അവരുടെ പട്ടികയിലുണ്ട്. അതുകൊണ്ട് ഇനി പരമാവധി സഹായം കേന്ദ്രത്തിൽ നിന്ന് ഉടൻ പ്രതീക്ഷിക്കാം. അച്ഛൻ എന്തെങ്കിലും ഐഡിയകൾ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? അച്ഛാ ഇങ്ങനെ ഒന്ന് വർക്കൗട്ട് ചെയ്താൽ കുറച്ചും കൂടെ നന്നാവും, എന്തെങ്കിലും ഒരു ഐഡിയ സോഷ്യൽ മീഡിയയിലൂടെയല്ലേ നമുക്ക് ഐഡിയ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ചില പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് ഞാൻ വലുതായിട്ട് ഒപ്പീനിയൻ പറയുന്ന ഒരാളല്ല, പക്ഷേ എന്നാലും എനിക്കിപ്പോൾ അച്ഛൻ്റെ എന്തെങ്കിലും ഒരു പോസ്റ്ററോ കാര്യങ്ങളോ കണ്ടായാലും എന്തെങ്കിലും ഒരു എഡിറ്റോ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാമെന്ന് ഞാൻ അപ്പം തന്നെ അച്ഛന് മെസ്സേജ് അയക്കും. അച്ഛൻ ഇന്ന രീതിയിലാക്കിയ കുറച്ചും കൂടെ യൂത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കാം എന്നുള്ള പോലെയൊക്കെ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് പറയും. അല്ല എപ്പോഴും ഒന്നും അങ്ങനെ യൂത്തിന് വേണ്ട ചില ആവശ്യങ്ങൾ അച്ഛാ നമുക്ക് ഇങ്ങനെയൊക്കെ നടത്തി കൊടുക്കാൻ പറഞ്ഞാൽ, ഇപ്പം യൂത്തിന് ജോലി കുറവുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ജോലി സാധ്യതയുള്ള സാധനങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അഹന? ഇല്ല, കാരണം എനിക്ക് തോന്നുന്നു ഇത് എന്തെങ്കിലും പ്രശ്നങ്ങളോ പോരായ്മകളോ എന്തെങ്കിലും ആവശ്യങ്ങൾ എവിടെയെങ്കിലും വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ വളരെ സൂക്ഷ്മമായും ക്ലിയർ കട്ടായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാൾ അച്ഛനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളൊരു പോയിന്റ് നോട്ടീസ് ചെയ്ത് പറയുമ്പോൾ അച്ഛൻ അതൊക്കെ 6 മാസം മുമ്പേ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് അച്ഛന് നല്ലൊരു ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു. ഹൗസ് മാനേജർ എന്നല്ലേ വിളിച്ചിരുന്നത്? നമ്മുടെ ഹൗസ് മാനേജറോട് നേരത്തെ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ മാറ്റം കേരളത്തിൽ ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്? കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമുണ്ട്, ധാരാളം മാറ്റങ്ങൾ ആവശ്യമുണ്ട്. എന്തൊക്കെയാണ്? ഈ മാലിന്യ സംസ്കരണം, അതുപോലെ കുറച്ചു മുമ്പ് എന്നോട് അവിടെ നിന്നപ്പോൾ ആരോ പറയുന്നുണ്ടായിരുന്നു, ഇപ്പം ഇവിടെ എന്ത് അടിപൊളി ഒരു ബീച്ചാണ്, പക്ഷേ ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ നോട്ടീസ് ചെയ്യുന്നത് എന്തുമാത്രം വേസ്റ്റ് കിടക്കുന്നത്. അതിപ്പോൾ നമ്മൾ കൊല്ലത്ത് മാത്രമല്ല എല്ലായിടത്തും അതുണ്ട്. അപ്പം അതൊക്കെ ഒരു സെക്കൻഡ് ഞാൻ പറയാം. ഈ പറഞ്ഞില്ലേ ഞാൻ വിയർക്കുന്ന ഒരുപാട്. അല്ല കുഴപ്പമില്ല, അല്ല ഞാൻ പറയാം. ഈ വെയിൽ കഴിഞ്ഞ 1 മാസമായിട്ട് ഡയറക്റ്റ് അത് കാണാം. മാലിന്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് ആക്ച്വലി നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ദുബായ് പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ പോവാണ്. ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഈ ക്യാൻ ഒക്കെ ഒരുപക്ഷെ നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ അവിടെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ അതിങ്ങനെ പ്ലാസ്റ്റിക് കവറോ മറ്റേ പെപ്സി ക്യാനോ വഴി കിടക്കുക നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് എന്താണെന്ന് അറിയത്തില്ല. ഇറ്റ്സ് ലൈക്ക് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. കഴിക്കുക എവിടെയെങ്കിലും ഇട്ടിട്ട് പോവാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്ന് എല്ലാവരും വിചാരിച്ചാൽ അത് ടോട്ടലി മാറ്റാൻ പറ്റും. ഇവിടത്തേക്ക് ബീച്ച് കാണാൻ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. പണ്ട് നമുക്ക് ട്രിവാൻഡ്രത്തൊക്കെ കുറച്ചുകൂടെ ഈ വേസ്റ്റ് ഡിസ്പോസൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെയാണ് വിളപ്പിൽശാല അവിടെ സമരം അതും ഇതൊക്കെ വന്നതിന് ശേഷം പിന്നെ വർഷങ്ങളോളം വേസ്റ്റ് ഡിസ്പോസൽ ഒരു കൺഫ്യൂഷനിലായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒന്ന് റിവൈവ് ചെയ്ത് വരുന്നു. ഐ തിങ്ക് വേസ്റ്റ് ഡിസ്പോസൽ നമ്മുടെ കൺട്രിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. അത് കേരളം മാത്രം പറയാൻ പറ്റില്ല. അതായത് വേറൊന്നുമല്ല, നമ്മളൊരു ചവറ് ഇട്ടാൽ മാത്രമേ പറക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 100 പേരിടുമ്പോൾ പാവം ആ കോർപ്പറേഷനിലെ ജീവനക്കാർ വെളുപ്പിനെ വന്ന് അത് ക്ലിയർ ചെയ്യുന്നത്, ഈ വൃത്തിയാക്കുന്നത്.
ഞാൻ പറയുന്നത് അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, ചെയ്തുകൂടെ എന്നാണ് ചിലർ ചോദിക്കുന്നത്. അത് പാടില്ല. നമ്മൾ ലിറ്റർ ചെയ്യാതിരിക്കുക. ഇട്ടാലല്ലേ പറക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം 100 പേര് ഇടാതിരുന്നാൽ ചവർ വീഴുമോ? ഓരോ വ്യക്തിയും വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് മാറ്റിയെടുക്കാമെന്നുള്ളൂ. അതുകൊണ്ട് ചവർ പൊതുവെ നമ്മൾ ഇടാതിരിക്കുക, രാജ്യത്തെ വൃത്തിയാക്കുക. നരേന്ദ്രമോദി ആദ്യം കൊണ്ടുവന്നൊരു സംഭവം എന്താണ്? സ്വച്ഛ് ഭാരത്. ഭാരതത്തെ വൃത്തിയായിട്ട് വയ്ക്കുക. അത് പാലിച്ചാൽ മാത്രം അതിനകത്ത് രാഷ്ട്രീയം നോക്കരുത്. പ്രധാനമന്ത്രിയാണ് പറയുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും അച്ഛനോടൊപ്പം ഇവിടെ പ്രചാരണത്തിനുണ്ടാവും? ഇപ്പം നമ്മൾ വന്നേക്കുന്ന 3 ഡേയ്സിനാണ്. അത് കഴിഞ്ഞിട്ട് പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വരുമോ എന്നറിയില്ല. എന്താണോ പ്ലാൻസ് അതനുസരിച്ച്, ഇവിടെ എന്താണോ നടക്കുന്നത് അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും. വരുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിൽ പ്രചരണം ഉണ്ടാവും? സോഷ്യൽ മീഡിയയിൽ പ്രചരണം ഉണ്ടാവുമോ എന്നറിയില്ല. ബട്ട് എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് സപ്പോർട്ട് കാണിക്കും സോഷ്യൽ മീഡിയയിൽ. ഓക്കെ, എന്തായാലും ഒരു വിജയം കൃഷ്ണകുമാർജിക്ക് ആശംസിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം ദിലീപ് ദേവസ്യ, റിപ്പോർട്ടർ, കൊല്ലം.